നാഷണൽ മെഡിക്കൽ കമ്മീഷനെ കബളിപ്പിക്കാൻ സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളിൽ കൂട്ടസ്ഥലം മാറ്റം. നാഷണൽ മെഡിക്കൽ കമ്മീഷന്റെ ഇൻസ്പെക്ഷൻ നടക്കാനിരിക്കുന്ന മെഡിക്കൽ കോളേജുകളിലേക്കാണ് അധ്യാപകരായ ഡോക്ടർമാരെ സ്ഥലം മാറ്റിയത്. വിവരങ്ങളുമായി മനോജ് ചേർന്നുണ്ട്. മനോജ്, ഡോക്ടർമാരുടെ കുറവ് നികത്തി കാണിച്ച് സീറ്റുകൾ നിലനിർത്താനാണ് ഈ ഒരു നീക്കം. വിശദാംശങ്ങൾ. തീർച്ചയായും ആതിര, സംസ്ഥാനത്തെ വിവിധ മെഡിക്കൽ കോളേജുകളിലെ അധ്യാപകരായ ഡോക്ടർമാരെയാണ് ഇപ്പോൾ കൂട്ടമായി സ്ഥലം മാറ്റിക്കൊണ്ട് ഉത്തരവിറങ്ങിയിട്ടുള്ളത്. കോന്നി, ഇടുക്കി തുടങ്ങിയ പുതിയ മെഡിക്കൽ കോളേജിലേക്കാണ് ഈ സ്ഥലം മാറ്റം. നാഷണൽ മെഡിക്കൽ കമ്മീഷന്റെ ഇൻസ്പെക്ഷൻ ഇനി വരുന്ന ഈ ഒരു മാസങ്ങളിൽ ഉണ്ടാവാം. അതും മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത്തരത്തിലൊരു സ്ഥലം മാറ്റത്തിന് ഉത്തരവ് നൽകിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഡോക്ടർമാർക്ക് അവിടെ കൃത്യമായും താമസ സൗകര്യങ്ങൾ പോലും ലഭ്യമല്ല എന്നാണ് ലഭിക്കുന്നത് വിവരം. അതോടൊപ്പം തന്നെ ഇൻസ്പെക്ഷൻ വരുമ്പോൾ ഈ ഡോക്ടർമാരുടെ കുറവ് നികത്തി കാണിച്ച് സീറ്റുകൾ നിലനിർത്തുകയാണ് ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത്. ഇൻസ്പെക്ഷൻ കഴിഞ്ഞ് അതാതിടത്തേക്ക് തന്നെ റീഡിപ്ലോയ് ചെയ്യുകയാണ് പതിവ്. ഇത് പഴയ മെഡിക്കൽ കോളേജുകളിലെ ദൈനംദിനമായിട്ടുള്ള പ്രവർത്തനങ്ങളെയൊക്കെ ബാധിക്കുന്നത് തന്നെയാണ്. പല സർജറികളും മാറ്റിവെക്കേണ്ടി വരുന്നു. അതോടൊപ്പം തന്നെ ഈ അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്ത, അതായത് താലൂക്ക് ആശുപത്രികളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മാത്രമുള്ള പുതിയ മെഡിക്കൽ കോളേജുകളെ ഇത്തരത്തിൽ ഇൻസ്പെക്ഷൻ വരുന്ന സമയത്ത് അവിടെ നല്ല സൗകര്യങ്ങളുണ്ട്, അതുപോലെ തന്നെ സീറ്റുകളിലെല്ലാം ഡോക്ടർമാരുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു ട്രാൻസ്ഫർ ഓർഡർ ഇറങ്ങിയിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് ഈ ഡോക്ടർമാർക്ക് ഈ ഇൻസ്പെക്ഷൻ കഴിഞ്ഞ് തിരിച്ച് അതാതിടത്തേക്ക് തന്നെ റീഡിപ്ലോയ് ചെയ്യുമെന്നാണ് ലഭിക്കുന്ന വിവരം. ഈ പുതുതായി തുടങ്ങിയ മെഡിക്കൽ കോളേജുകളിൽ അധ്യാപകരായ ഡോക്ടർമാരില്ല. അതാണ് ഇത്തരത്തിൽ പഴയ മെഡിക്കൽ കോളേജുകളിൽ, അതായത് തിരുവനന്തപുരം, തൃശൂർ, കോട്ടയം, കോഴിക്കോട് മെഡിക്കൽ കോളേജുകളിലെ ഡോക്ടർമാരെ ഇങ്ങോട്ടേക്ക് ഈ പുതിയ മെഡിക്കൽ കോളേജുകളിലേക്ക് സ്ഥലം മാറ്റാനുള്ള കാരണം. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നും തന്നെ അതൃപ്തി ഉയർന്നു കഴിഞ്ഞു. കാരണം ഇത്തരത്തിലൊരു പെട്ടെന്നൊരു സ്ഥലം മാറ്റം ഇൻസ്പെക്ഷനെ മറികടക്കുന്നതിന് വേണ്ടി, അതോടൊപ്പം തന്നെ ഈ നാഷണൽ മെഡിക്കൽ കമ്മീഷനെ കബളിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇത്തരത്തിലൊരു സ്ഥലം മാറ്റം, അതും ഈ സാധാരണ രോഗികളടക്കം ബാധിക്കുന്ന തരത്തിൽ, അതായത് മേജർ സർജറികൾ പോലും നടക്കാനിരിക്കെയാണ് ഇത്തരത്തിൽ പ്രവൃത്തി പരിചയമുള്ള അധ്യാപകരായിട്ടുള്ള ഈ ഡോക്ടർമാർക്ക് ഇത്തരത്തിലൊരു സ്ഥലം മാറ്റം ലഭിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നും അതൃപ്തി ഉയർന്നു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ നാഷണൽ മെഡിക്കൽ കമ്മീഷനെ കബളിപ്പിക്കാനുള്ള ഒരു വകുപ്പ് തലത്തിൽ ഇത്തരത്തിലൊരു നടപടിക്ക് ഒരുങ്ങുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് രോഗികളൊക്കെ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടും, അതോടൊപ്പം തന്നെ ഈ ആശുപത്രികളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും വർദ്ധിപ്പിക്കാതെ ഇങ്ങനെ ഒരു സ്ഥലം മാറ്റം, ഇത് കൃത്യമായും ഒരു കബളിപ്പിക്കൽ തന്നെയാണെന്ന് വേണം പറയാൻ. ആതിര, മനോജ്, എത്ര പേർക്കാണ് ഇപ്പോൾ ഈ ഒരു കൂട്ടസ്ഥലം മാറ്റത്തിലെ പേര് വന്നിരിക്കുന്നത്? ഏകദേശം 28-ലധികം പേർക്ക് ഇടുക്കി മെഡിക്കൽ കോളേജിലേക്കും അതുപോലെ തന്നെ കോട്ടയം, കോന്നി, അതായത് പത്തനംതിട്ട കോന്നി മെഡിക്കൽ കോളേജിലേക്ക് ഏകദേശം ഒരു 33 പേർക്കും ഡോക്ടർമാർക്കുമാണ് നിലവിൽ ഇപ്പോൾ ഓർഡർ ഇറങ്ങിയിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് ഇത്രയധികം ഡോക്ടർമാരുടെ പേര് ഉൾപ്പെട്ടിട്ടുള്ള ആ ഒരു ഉത്തരവ് തന്നെ നമുക്ക് ലഭിച്ചിരിക്കുന്നു. എന്തായാലും ഇതിലെ കൃത്യമായിട്ടുള്ള വിശദീകരണം ഈ മെഡിക്കൽ ഡയറക്ടറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവേണ്ടതുണ്ട്. കാരണം ഇത്രയധികം ഡോക്ടർമാരെ എന്തിനാണ് ഒറ്റയടിക്ക് അങ്ങോട്ടേക്ക് സ്ഥലം മാറ്റുന്നത്? കാരണം ഈ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ നാഷണൽ മെഡിക്കൽ കമ്മീഷന്റെ ഇൻസ്പെക്ഷൻ വരാനിരിക്കെ ഇങ്ങനെ ഒരു സ്ഥലം മാറ്റം, അതൊക്കെ തന്നെ കൃത്യമായും ആ ഒരു സീറ്റ് നിലനിർത്തണമെന്ന ആവശ്യത്തോടു കൂടിയിട്ടുള്ള സ്ഥലം മാറ്റമായി വേണം നമുക്കിത് മനസ്സിലാക്കാൻ. കാരണം ഒരു അധ്യാപകരായിട്ടുള്ള ഡോക്ടർമാരില്ലാത്തിടത്തേക്ക് അധ്യാപകരുണ്ടെന്ന് കാണിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം തന്നെയാണ് ഇത്. ആതിര, മനോജ്, നിലവിൽ ഈ ഒരേ മെഡിക്കൽ കോളേജിൽ നിന്നുള്ള ഡോക്ടർമാരെയാണോ സ്ഥലം മാറ്റാൻ ഇപ്പോൾ ഉത്തരവ് വന്നിരിക്കുന്നത്? സംസ്ഥാനത്തെ വിവിധ മെഡിക്കൽ കോളേജുകൾ, അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പഴയ മെഡിക്കൽ കോളേജുകൾ, അതായത് ഈ തൃശൂർ, കോഴിക്കോട്, കോട്ടയം, തിരുവനന്തപുരം മെഡിക്കൽ കോളേജുകളിലെ അധ്യാപകരായിട്ടുള്ള ഡോക്ടർമാരെയാണ് ഈ കോന്നി, ഇടുക്കിയിലേക്ക് സ്ഥലം മാറ്റിയിട്ടുള്ളത്. അതോടൊപ്പം കാസർഗോഡും വയനാടും പുതിയ മെഡിക്കൽ കോളേജുകളുണ്ട്. അവിടെയും ഈ അടിസ്ഥാന സൗകര്യങ്ങൾ ഇപ്പോഴും നല്ല രീതിയിലല്ല എന്നുള്ള കാര്യം തന്നെയാണ് ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നും തന്നെ ഉയർന്നു വരുന്ന ആരോപണം. കാരണം അവിടേക്കും ഈ വാക്കൻസികൾ നിലവിലില്ല. അവിടെ ഡോക്ടർമാരുടെ കുറവുകളുണ്ട്. എന്നാൽ ആ കുറവ് നികത്തി കാണിക്കുന്നതിന് വേണ്ടി ഇൻസ്പെക്ഷൻ വരുന്ന സമയത്ത് ഈ ഡോക്ടർമാരെ എല്ലാം തന്നെ അങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ് പതിവ്. അത് നേരത്തെ തന്നെ ഈ നാഷണൽ മെഡിക്കൽ കമ്മീഷന്റെ ഇൻസ്പെക്ഷൻ വരുന്നതിന് മുമ്പ് ഇത്തരത്തിൽ ചെയ്യുന്നത് പതിവായിരുന്നു. ഈ പതിവാണ് ഈ ഡോക്ടർമാരിലും അതൃപ്തി ഉണ്ടാക്കിയിരിക്കുന്നത്. കാരണം അവർക്കുള്ള താമസ സൗകര്യം പോലും കൃത്യമായും ഒരുക്കാതെ ഇങ്ങനെയൊരു ട്രാൻസ്ഫർ ചെയ്യുന്നത് അവരെയും ബാധിക്കുന്ന പ്രശ്നം തന്നെയാണ്. അതോടൊപ്പം തന്നെ ഇത്
ദൈനംദിനമായിട്ടുള്ള പ്രവൃത്തിയെയും ബാധിക്കുന്ന പ്രശ്നം തന്നെയാണ് ആതിര. ശരി, നാഷണൽ മെഡിക്കൽ കമ്മീഷനെ കബളിപ്പിക്കാൻ സംസ്ഥാനത്ത് മെഡിക്കൽ കോളേജുകളിലാണ് ഇപ്പോൾ കൂട്ടസ്ഥലമാറ്റം ഉത്തരവിറങ്ങിയിരിക്കുന്നത്. നാഷണൽ മെഡിക്കൽ കമ്മീഷന്റെ ഇൻസ്പെക്ഷൻ നടക്കാനിരിക്കുന്ന മെഡിക്കൽ കോളേജുകളിലേക്കാണ് അധ്യാപകരായ ഡോക്ടർമാരെ സ്ഥലം മാറ്റിയിരിക്കുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു എം മനോജ്.